നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈസ്റ്ററൊക്കെ ഇവിടം വരെയായി. എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രത്യാശയുടെയും എന്നാ പറയുന്നത് ഉയർപ്പു തിരുനാൾ ആശംസകൾ പറയാട്ടോ. കാരണം എന്നാ പറയുന്നത് 50 ദിവസം നോയമ്പ് നോറ്റവർക്കൊക്കെ ഭയങ്കര വിൽപ്പവറും സന്തോഷവും ചാരിതാർത്ഥ്യവും ഒക്കെ ആയിട്ടുണ്ട്. ഞാനൊന്നും നോയമ്പൊന്നും എടുത്തില്ല. എനിക്ക് അങ്ങനത്തെ ഒരു നോയമ്പെടുക്കാൻ മടിയായിട്ടോ അങ്ങനത്തെ ഇതൊന്നുമല്ല. എനിക്ക് നോയമ്പെടുത്തവരെ കുറച്ച് കാണുമല്ലോ. നോയമ്പെടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ അത് നമ്മുടെ വിൽപ്പവറാണ്, നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. നമ്മളെന്നും കഴിക്കുന്ന ആഹാരങ്ങൾ, ഇപ്പം മത്സ്യമാംസാദികളൊക്കെ ഒത്തിരി കഴിക്കുന്നത് ഇന്നൊക്കെ കുറച്ച് മാറുമ്പോൾ ബോഡിക്ക് അത് നല്ലതാണ്. പിന്നെ നമ്മൾ സംസാരത്തിലും എല്ലാം ഒത്തിരി മിതത്വമൊക്കെ പാലിക്കണം. അപ്പോൾ എന്നെയൊക്കെ സംബന്ധിച്ച് ഒത്തിരി യാത്രകളും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ നോയമ്പ് നോക്കിക്കൊണ്ടിരിക്കാൻ സാധിക്കത്തില്ല. പിന്നെ ഞാൻ നോയമ്പ് അങ്ങനെ ഒരു ചെറിയ പ്രായത്തിൽ ഭയങ്കരമായിട്ട് എൻ്റെ അമ്മ എന്നെ വഴക്ക് വരെ പറഞ്ഞിട്ടുണ്ട്, കണ്ടാൽ കൊള്ളി പോലെ ഇരിക്കുന്നത്, എന്നിട്ട് ഒട്ട നോയമ്പ് വിടത്തുമില്ല. അതിന് പറയും എന്നെ വഴക്ക് പറയുന്നത് അങ്ങനെ ഒരു ഇപ്പം അങ്ങനെ നോയമ്പൊന്നും എടുക്കത്തില്ല. പക്ഷെ എന്നാ പറയുക, എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യണം. ആ സമയത്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യണം. ദൈവം ഇതൊക്കെ നമ്മുടെ പൂർവികരായിട്ട് വെച്ചിരിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, നമ്മൾ കുറച്ച് എന്നാ പറയുന്നത് ഒരു റിഫോർമേഷൻ വരാൻ വേണ്ടിയിട്ടുള്ള കുറച്ചൊരു കാലഘട്ടം, അത് മനുഷ്യനെ ഒന്ന് മാറ്റിമറിക്കാൻ, അതിനാണ് ഫെസ്റ്റിവൽസും ഒക്കെ ദൈവം വെച്ചിരിക്കുന്നത്. ഇതൊക്കെ അറിവുള്ള ആൾക്കാരോടാണോ ഞാനീ പറയുന്നത്? ഞാൻ ആരായത് പറയാനല്ലേ? എന്നാലും ഞാൻ പറയുകയാണ്, ഭയമുള്ളവരുണ്ടോ? ഭയപ്പെടേണ്ട എന്നുള്ള ഒരു വാക്ക് ബൈബിളിൽ വായിച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ നോയമ്പൊക്കെ എടുത്തിട്ടിരിക്കുന്ന ഒത്തിരി ആൾക്കാർ കാണുമല്ലോ. അവരോട് ഞാൻ പറയുന്ന ഒരു കാര്യം, ബൈബിളിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്ന ഒരു വാക്കാണ് ഭയപ്പെടേണ്ട. ഭയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഭൂമിയിൽ ഒന്നുമില്ല. നമ്മൾ എന്താണെന്ന് പറഞ്ഞിട്ടും, എന്തെല്ലാം ഉണ്ടെന്ന് പറയും, ഭയങ്കര ഹെൽത്തിയാണ്, ഭയങ്കര വെൽത്തിയാണ്, എന്തുണ്ടെന്ന് പറഞ്ഞിട്ടും ഭയം മനസ്സിലുണ്ടെങ്കിൽ നമുക്കൊന്നും ആകാൻ പറ്റത്തില്ല. അതും ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞു. ഞാനൊരു പേടിത്തൊണ്ടിയായിരുന്നു. എല്ലാ കാര്യങ്ങളും അത് പേടി, ഇത് പേടി, അങ്ങനെ ചെയ്യാൻ പേടി, ഇങ്ങനെ ചെയ്യാൻ പേടി, ആങ്സൈറ്റി കൂടുതൽ, ടെൻഷൻ കൂടുതൽ. ആരെങ്കിലും ഒന്ന് മുഖം കറുത്ത് പറഞ്ഞാൽ അന്നേരം ഭയങ്കര ടെൻഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു സമയത്ത് എനിക്കുണ്ടായിരുന്നു. നമുക്ക് ഓരോ ഏജ് ചെല്ലുന്നതോളം നമ്മുടെ സ്വഭാവത്തിൽ മാറ്റങ്ങളുണ്ടാകും. നമ്മൾ പക്വത ആർജിക്കും. ഞാൻ കൗൺസിലിംഗ് പഠിച്ചു, MSW പഠിച്ചു. ഇങ്ങനെയുള്ള ആ ഒരു കാലഘട്ടമൊക്കെ എൻ്റെ ലൈഫിനെ ഒത്തിരി മാറ്റിമറിച്ച ഒരു കാലഘട്ടമായിരുന്നു കേട്ടോ. ഇപ്പം ഞാൻ പറയുക, എനിക്ക് ഭയമേ ഇല്ല. എനിക്ക് പറയാൻ നല്ല ധൈര്യമാണ്. സത്യം ഞാൻ പറയാം, എനിക്കെല്ലാം എല്ലാത്തിനും ഭയമായിരുന്നു. കൊച്ചു പ്രായത്തിൽ ഒന്നിനും ഭയമില്ല. എവിടെ ഊഞ്ഞാലൊക്കെ ആടുമോ, അങ്ങനെ മരത്തിൻ്റെ മണ്ടയ്ക്കോ മരം കയറിയായിരുന്നു അവർക്ക്, എന്തിനും പേടിയില്ലായിരുന്നു. പക്ഷെ ഇപ്പം അത് കഴിഞ്ഞ് ഒരു കാലഘട്ടം വന്ന് ഭയങ്കര പേടിത്തൊണ്ടിയായി. ഇപ്പം ഭയമേ ഇല്ല. കാരണം എന്നാണെന്നറിയോ, വിശ്വാസം കൂടി, ഭയങ്കരമായിട്ടുള്ള വിശ്വാസം. നമ്മുടെ കയ്യിൽ മുറുകെ പിടിക്കാൻ ഒരാളുണ്ട്, അല്ലെങ്കിൽ എല്ലാം അറിയുന്ന ഒരാളുണ്ട് എന്നുള്ള വിശ്വാസം. ആ വിശ്വാസത്തിനാണ് ഞാൻ ബലം കൊടുക്കുന്നത്. നോമ്പെടുക്കുന്നതിലും മറ്റെന്ത് കാര്യത്തിലും നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ. കഴിഞ്ഞ ദിവസം ഞാനൊരിത് കേട്ടതാണ്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പം ഈശോയുടെ തിരുമുറിവിൽ നോക്കി, ഈശോയുടെ നമ്മൾ കാണുന്ന ഇവിടുത്തെ ആ ഹൃദയമാണ്, മുറിവേറ്റ തിരുഹൃദയമാണല്ലോ കാണുന്നത്. ആ തിരുഹൃദയത്തിൽ നോക്കി നമ്മൾ പ്രാർത്ഥിച്ചിട്ട് പോകും. ആ പ്രാർത്ഥിച്ചിട്ട് പോകുമ്പം നമ്മൾ നല്ല അങ്ങനെ ചെയ്യാൻ പറ്റണം, ഇങ്ങനെ ചെയ്യാൻ പറ്റണം, പോകുന്ന കാര്യങ്ങൾ സാധിക്കണം, മറ്റേതാ മറിച്ച് അതൊക്കെ ഇപ്പം നമ്മൾ പ്രാർത്ഥിച്ചിട്ട് പോകും. തിരിച്ചു വരുമ്പോൾ നമ്മൾ എത്ര പേര് തിരിച്ചു വന്നിട്ട് ആ തിരുഹൃദയത്തിൽ നോക്കി നമ്മൾ നന്ദി പറയുന്നുണ്ടെന്നുള്ളത്. അതായത് ആ തിരുഹൃദയത്തിൽ നോക്കി നന്ദി പറയണമെങ്കിൽ നമ്മൾ പോയ വഴിക്ക് നമ്മൾ ചെയ്ത പ്രവൃത്തികളെല്ലാം നല്ലതായിരിക്കണം. ആരോടും ചീത്ത വിളിക്കാതെ, ആരെയും വിഷമിപ്പിക്കാൻ ഇടവരാതെയും, ആർക്കിട്ടും പാര വെക്കാൻ ചെയ്യാതെയൊക്കെ ആയിരിക്കണം തിരിച്ച് വീട്ടിൽ വന്ന് കയറുന്നത്. അതൊക്കെ ചെയ്തിട്ട് എങ്ങനെ തല ഉയർത്തി ആ തിരുഹൃദയത്തിന് മുന്നിൽ വന്ന് നിൽക്കും? കാരണം അങ്ങനെ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും മുറിവേക്കുന്ന വീണ്ടും വീണ്ടും ആ തിരുഹൃദയത്തിനല്ലേ. നമ്മൾ ഏൽപ്പിച്ച മുറിവാണല്ലോ ആ തിരുഹൃദയത്തിലുള്ളത്. നമ്മളെല്ലാവരും കൂടി ചെയ്ത പാപങ്ങളുടെ ഫലമാണല്ലോ ആ തിരുഹൃദയം മുറിവേറ്റതാകാൻ കാര്യമായത്. അപ്പം അതൊന്നും ചെയ്യാതെ, ആ തിരുഹൃദയത്തിന് ഒരു മുറിവും ഞാൻ ഏൽപ്പിക്കാതെ എൻ്റെ ഒരു ദിവസം കടന്നു പോകും. എൻ്റെ ഓട്ടം പൂർത്തിയാക്കുമ്പോൾ ഞാൻ അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ള ഒരു വിശ്വാസം ആണ് ഏറ്റവും വലിയ നോയമ്പ്. ഏറ്റവും വലിയ ബലിയല്ല എനിക്ക് വേണ്ടത്, കരുണയാണല്ലോ എന്ന് പറഞ്ഞു കേട്ടുപോലെ. അതൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. ഞാൻ ആരുടെയും നോയമ്പ് എടുത്തതൊന്നും കുറച്ചെന്ന് പറയുന്നതല്ല. അതിനൊക്കെ ഒത്തിരി കഴിവും ഒത്തിരി പ്രാപ്തിയും ഉള്ളവർക്കൊക്കെ പറ്റുന്ന കാര്യങ്ങളാണ്. പിന്നെ ഇത് നമ്മൾ ഈ ഒരു മതസമൂഹത്തിൽപ്പെട്ടവർക്ക് ഉള്ള കാര്യങ്ങളല്ല ഞാൻ ശരിക്കും ആലോചിക്കുന്നത് കേട്ടോ. ഏത് മതത്തിലാണേലും അങ്ങനെയൊക്കെ തന്നെയാണ്. ഏത് മതത്തിലാണേലും അങ്ങനെയൊക്കെ തന്നെയാണ്. ഏത് വിശ്വാസത്തിലാണെങ്കിലും ആ വിശ്വാസത്തിലും പല പേര് വിളിക്കുന്നേ ഉള്ള ഒരാൾ തന്നെയാണ്. അപ്പം
ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്നറിയോ, ഭയപ്പെടേണ്ട കേട്ടോ. ആർക്കും എന്തുണ്ടെങ്കിലും ഇപ്പം ICUവിൻ്റെ വാതിക്കൽ പേടിച്ചരണ്ട എന്തായി തീരും, അല്ലെങ്കിൽ ഓരോ ഓപ്പറേഷൻ തിയേറ്ററിൽ പേടിച്ചരണ്ട എന്തായി തീരും എന്നിരിക്കുന്ന ഒരാളോട് ഭയപ്പെടേണ്ട, ആകാംക്ഷപ്പെടേണ്ട എന്ന് പറഞ്ഞാൽ അതിന് ഒരു വിലയില്ലെന്ന് എനിക്കറിയാം. പക്ഷേ നമ്മളിൽ പഠിച്ചവനെ, നമ്മളെ സൃഷ്ടിച്ചവനെ നമ്മൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് പ്രതീക്ഷ കൈവിടാതിരിക്കാം. എല്ലാം ദൈവം അറിയാതൊന്നും നടക്കുന്നില്ല. ദൈവത്തിൻ്റെ കൈകളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ട് കുറേയൊക്കെ സ്വതന്ത്രമായിട്ടിരിക്കാൻ. നാളെ കഴിഞ്ഞു പോയോ, അന്ന് അവരങ്ങനെ ചെയ്തു, അവരിങ്ങനെ ചെയ്തു, അവരങ്ങനെ ആയിരുന്നു, ഇങ്ങനെ ആയിരുന്നു, അവരൊക്കെ എന്നോട് ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്തത്, ഇങ്ങനത്തെ നെഗറ്റീവ് ചിന്താഗതികളെല്ലാം മനസ്സിൽ നിന്ന് കളയാം. അയാൾ അങ്ങനെയാണ്, അയാൾ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ നാളെ ഇങ്ങനെയൊക്കെ വരും, അതെല്ലാം കളയുക. ഇപ്പോഴുള്ള സന്തോഷങ്ങളിൽ എന്താണോ ഉള്ളത്, കുഞ്ഞു കുഞ്ഞു കാര്യമാട്ടെ വലിയ കാര്യമാട്ടെ, അതിനകത്ത് സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഞാനിതെല്ലാം ജീവിതത്തിൽ 100% അനുവർത്തിച്ചിട്ടൊന്നും അല്ല പറയുന്നത്, ഒത്തിരി അനുവർത്തിക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പം ഈസ്റ്റർ ആയിക്കൊണ്ട് ഒരു ചെറിയ ഓർണമെൻറ്റ്സിൻ്റെ വീഡിയോ കാണിച്ചിട്ട് പോവാം. ഇതാ നിങ്ങളുടെ എല്ലാവരുടെയും ഫേവററ്റ് ആയിട്ടുള്ള ഈ ഒരു വളയാണ്. ഇത് നമ്മുടെ റോസ് ഗോൾഡ് എന്ന് പറയുന്ന ആ ഒരു കളറിൽ വന്നിരിക്കുന്നതാണ്. റോസ് ഗോൾഡിൻ്റെ, ഗോൾഡ് അല്ല, സിൽവറും അല്ല, റോസ് ഗോൾഡിൻ്റെ ഒരു ഇതിലാണ് വന്നിരിക്കുന്നത്. ഇതിങ്ങനെയാണ് കയ്യിലിട്ടാലും ഇരിക്കേണ്ടത്. കണ്ടോ, ഇത് വളരെ ബഡ്ജറ്റ് റേറ്റിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. റേറ്റ് കുറവായതുകൊണ്ട് ഇതിനെപ്പറ്റി എനിക്കിത് ഗ്യാരണ്ടി കാര്യങ്ങളൊന്നുമില്ല. ഇതിനെപ്പറ്റി എനിക്ക് കൂടുതലൊന്നും പറയാനും അറിയത്തില്ല. കാരണം ഞാൻ ഇത് ഓരോന്നും എടുത്ത് യൂസ് ചെയ്ത് നോക്കിയിട്ടല്ല. പക്ഷേ ഇത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ഐറ്റമാണ്. ഇത് എത്ര കാലം നിൽക്കും എങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ല. ഇത് വെറും ഒരു ഫാൻസി ആഭരണം അത്രയും മാത്രമേ നിങ്ങൾ വിചാരിക്കാവുള്ളൂ. പക്ഷെ ഒരു സ്റ്റൈലിഷാണ്, ഒരു കാഷ്വലായിട്ട് വേണമെങ്കിലും ഇടാം, ഒഫീഷ്യൽ മീൻസ് അങ്ങനെ നമുക്ക് ജോലിക്ക് പോകുമ്പോഴൊക്കെ വേണമെങ്കിൽ ഇടാം. അങ്ങനത്തെ ഒരു ഇതാണ്. എപ്പോഴും ഓർണമെൻറ്റ്സിന് ആൾക്കാർ ആവശ്യമാണ്. പിന്നെ ഞാൻ വീണ്ടും പറയാണ്, ഇത് ഇവിടെയാണ് ഇടേണ്ടത്. പലരും ഇവിടെ കയറ്റി ഇടുന്ന കാണാം, അവിടെ അല്ല അത് ഇടേണ്ടത്. ശരിക്കും റിസ്റ്റിലാണ് ഇടേണ്ടത്. നമ്മൾ വാച്ച് കെട്ടുന്ന പോലെ റിസ്റ്റിലാണ് അത് ഇടേണ്ടത്. കണ്ടോ, ഇതിൻ്റെ കളറ് റോസ് ഗോൾഡിൻ്റെ കളറാണ്. റോസ് ഗോൾഡിൻ്റെ ആഭരണങ്ങൾ ഇടുന്ന ആ ഒരു കളറാണ് ഇതിന് കിട്ടുന്നത്. ഇതിങ്ങനെയാണ് നിൽക്കുന്നത്. ഒത്തിരി കൈയുടെ ഇവിടെ ഒരുമാതിരി എല്ലാവരുടെയും ഒതുങ്ങുന്നുണ്ടായിരിക്കും ഈ റിസ്റ്റ്, ഇവിടെ ഈ ഭാഗം. അപ്പോൾ ഇവിടെ കയറ്റിയിടുമ്പോൾ ഒരുമാതിരിപ്പെട്ടവർക്കെല്ലാം ഇത് പറ്റും. പിന്നെ ഒത്തിരി വണ്ണം കൂടിയവർക്ക് ഇത് ഇച്ചിരി അകന്നിരിക്കും എന്ന് മാത്രം. ഇത് വളരെ ബഡ്ജറ്റ് റേറ്റാണ്. ഇതിന് റിട്ടേണോ എക്സ്ചേഞ്ചോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. പിന്നെ ഇതിനെല്ലാത്തിനും വളരെ പരിമിതമായ സ്റ്റോക്കും നമ്മുടെ കയ്യിലുള്ളത്. ഇത് കണ്ടോ, ഇത്ര അടുപ്പിച്ചാൽ മതി. നിങ്ങൾക്ക് അടുത്തിരിക്കണമെങ്കിൽ ഇത്ര അടുപ്പിച്ചാൽ മതി. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഞാനിത് ശരിക്കും ഈ വള വന്നിട്ട് ഇപ്പോഴാണ് സുഖമൊന്നും എടുത്ത് നോക്കുന്നത്. എപ്പോഴും ഓർണമെൻറ്റ്സിൻ്റെ എൻക്വയറി വരാറുണ്ട്. ഓർണമെൻറ്റ്സ് ഞാൻ ഒത്തിരി നല്ല, ഇനിയിപ്പോൾ പാർട്ടി വെയർ ആയിട്ട് ഇടാൻ പറ്റുന്ന ഓർണമെൻറ്റ്സ്, നെക്ലേസ് കാര്യങ്ങളൊക്കെ ഒത്തിരി കൊണ്ടുവന്നിട്ടുണ്ട്. കാണിക്കാട്ടോ, അടുത്ത ദിവസങ്ങളിൽ കാണിക്കേ. ഇതുണ്ടോ, ഇതിൻ്റെ ഷേപ്പും അങ്ങനെ തന്നെയാണ് കേട്ടോ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ റൗണ്ട് ഷേപ്പല്ല, ഒരു ഓവൽ ഷേപ്പാണ്. നമ്മുടെ കൈയുടെ ഷേപ്പ് ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഓവൽ ഷേപ്പാണ്. നമ്മുടെ കൈ ഉരുണ്ടല്ല ഇരിക്കുന്നത്, പുട്ടുകുറ്റി പോലെ ഉരുണ്ടല്ലല്ലോ കൈ ഇരിക്കുന്നത്. കൈക്ക് ഇങ്ങനെ ഒരു പരന്ന ഷേപ്പല്ലേ, ആ ഒരു ഷേപ്പിലാണ്. ഇതിങ്ങനെ അകന്ന് തന്നെ നിൽക്കും. അതാണ് ആ വടയുടെ മാനുഫാക്ചറിങ്ങിലെ അങ്ങനെയാണ്. ഇത് കണ്ടോ, മൊത്തത്തിൽ കാണിച്ചു തരാം. കണ്ടോ, ഇതെല്ലാം ഇങ്ങനെ അകന്നാണ് ഇരിക്കുന്നത്. ഇത് ഓരോന്നായിട്ട് ഞാൻ കാണിക്കുക. ഇത് നിങ്ങൾ എന്നെടുക്കണം ചോദിച്ചാൽ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ നമ്പർ കൂട്ടി സ്ക്രീൻഷോട്ട് എടുക്കണം. അല്ലാതെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ ആൻസർ പറയാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഇതാ ഇങ്ങനെ അടുപ്പിച്ചാൽ മതി. ഒന്ന് പ്രസ് ചെയ്ത് അടുപ്പിച്ചാൽ മതി. ഇടാനോ ഊരാനോ ഒന്നും ഒരു പാടുമില്ല, എളുപ്പമാണ്. ഇതൊരു ഹാർട്ടിൻ്റെ ഒരു ഇത്. പിന്നെ ഇവിടെ ഒരു ബബിൾ. നിങ്ങൾ പിന്നില്ലേ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങൾ ഈ വള മാത്രമായിട്ട് വാങ്ങിക്കുന്നവർ ഞാൻ പ്രോത്സാഹിപ്പിക്കത്തില്ല. കാരണം ഇതിൻ്റെ ഷിപ്പിംഗ് ചാർജ് ഏറ്റവും മിനിമം 50 രൂപ വരും. 50 രൂപയാണ് മിനിമം ഷിപ്പിംഗ് ചാർജ് എന്ന്, പോസ്റ്റ് ഓഫീസ് ആണെങ്കിലും DTDC ആണെങ്കിലും. അപ്പം നിങ്ങൾ 5-6 വള വാങ്ങിക്കണമെങ്കിൽ 50 രൂപ തന്നെയായിരിക്കും ഷിപ്പിംഗ് ചാർജ്. അങ്ങനെ വേറെ ഇപ്പോൾ മറ്റ് സാധനങ്ങൾ വാങ്ങിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ഈ ഒരു വളയായിട്ട് നിങ്ങൾ വാങ്ങിക്കാൻ നിൽക്കല്ലെന്നാണ് ഞാൻ പറയുന്നത്. കാരണം നിങ്ങളെ സംബന്ധിച്ചത് നഷ്ടമാണ്. ഇനി അത് പ്രശ്നമില്ലാത്തവർ വേണമെങ്കിൽ വാങ്ങിക്കുന്നതിന് നമുക്കൊരു പ്രശ്നം ഉണ്ടായിട്ടല്ല പറഞ്ഞത്. 5 വള വാങ്ങിച്ചാലും 50 രൂപയാണ്, ഒരു വള വാങ്ങിച്ചാലും 50 രൂപയാണ്. ഇത് വേറെണ്ണം. ഇച്ചിരി വണ്ണമുള്ളവരൊക്കെ ഇത് വേണമെങ്കിൽ ഇങ്ങനത്തെ വള വാങ്ങിച്ചോ. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇത്രയും വരെ നീണ്ടു വരും. ഇതിങ്ങനെ വേണമെങ്കിൽ ഇടാം. ഇങ്ങനെയാണ് ഇത് കിടക്കുന്നത് കേട്ടോ. ഇത് മനസ്സിലാക്കി തന്നെ
ഇതാണ് ഈ ഒരു വള ഇങ്ങനെയാണ് കേട്ടോ, ഇതിൻ്റെ ഷേപ്പ് ഇങ്ങനെയാണ്. ഇത് ഇച്ചിരി വലിപ്പമുള്ള വളയാണ്, ഇച്ചിരി വണ്ണം ഉള്ളവർക്കും പറ്റും, വണ്ണം കുറഞ്ഞവർ ഇതിങ്ങനെ അടുപ്പിക്കേണ്ടി വരും. ഇങ്ങനെയാണ് ഇതിരിക്കുന്നത്, ഉണ്ടോ? അത്രയേ ഉള്ളൂ. ഇതിൻ്റെ ഇതെന്ന് പറയുന്നത് റോസ് ഗോൾഡിൻ്റെ ഇതാണ്, അത് മനസ്സിലാക്കണം. പിന്നെ റിട്ടേൺ ഇല്ല, എക്സ്ചേഞ്ച് ഇല്ല, റീഫണ്ട് ഇല്ല, ഒന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഐശ്വര്യവും പ്രത്യാശയും നിറഞ്ഞ ഒരു ഈസ്റ്റർ ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക കേട്ടോ, സമാധാനത്തോടെ ഇരിക്കുക. ഒന്നിനെ പറ്റി ആകുലപ്പെടേണ്ട. പ്രാർത്ഥനയോടെ, സന്തോഷത്തോടെ, സമാധാനത്തോടെ ദൈവത്തിൽ ഉറച്ച് വിശ്വസിച്ച് നമ്മൾ ഈ ഭൂമിയിൽ വന്നത് ഒറ്റയ്ക്കാണ്, നമ്മൾ ഒറ്റയ്ക്ക് തന്നെയാണ് പോകുന്നത്. ഈ ഭൂമിയിലെ ഇടയ്ക്കെല്ലാം കണ്ടുമുട്ടി ഒത്തിരി എല്ലാം കാര്യങ്ങളൊന്നും നമ്മൾ കൊണ്ടുപോകുന്നില്ല എന്നുള്ള ഒറ്റ വിചാരത്തോടെ എപ്പോഴും എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കട്ടെ. ഹാപ്പി ഈസ്റ്റർ. താങ്ക് യു.